നമ്മുടെ സ്ക്രീനിന്റെ വലതു ഭാഗത്ത് നമ്മളൊരു സ്ക്രീനിൽ കൃത്യമായ മുൻകരുതലുകൾ നൽകുന്നുണ്ട്. വെള്ളക്കെട്ടിൽ വാഹനം ഓടിക്കരുത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് കണ്ട ദൃശ്യം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. മുന്നോട്ട് പോകരുത് എന്ന ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് പോയൊരു വാഹനം പിന്നീട് കെട്ടിവലിക്കാനും ഈ മുന്നറിയിപ്പുകൾ നൽകിയ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അത്തരത്തിലുള്ള അഹങ്കാരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ ആളുകളുടെ സഹായം തേടേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. നമുക്ക് ചില സമയത്ത് നിവൃത്തി ഉണ്ടാകില്ല, ജീവൻ രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വരും. എന്നിരുന്നാലും പരമാവധി കെട്ടിയിട്ടിട്ടൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ അപ്പോഴും സുരക്ഷയ്ക്ക് മുൻകരുതൽ നൽകേണ്ടതുണ്ട്. 12 ജില്ലകളിൽ നമുക്ക് ഓറഞ്ച് അലർട്ട് ഉണ്ട്. ആറന്മുളയിലെ വീടുകളിലൊന്നും പൂർണ്ണമായും ഒഴിയാൻ സാധിച്ചില്ല. തിരുവല്ലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ എപ്പോഴും ഉണ്ടാകും. അതൊക്കെ കേൾക്കണം. അതിനോടൊപ്പം തന്നെ ഒരു സുരക്ഷാ കിറ്റ്, ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റ് എല്ലാ പ്രിയപ്പെട്ട ജനങ്ങളും കയ്യിൽ കരുതേണ്ടതുണ്ട്. ഏത് സമയത്ത് എന്തെങ്കിലും ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈ ആളുകളൊക്കെ തേടി വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ അതൊന്ന് നിവർത്തിക്കാനുള്ള തരത്തിലൊരു പ്രഥമ ശുശ്രൂഷ കിറ്റ് കയ്യിൽ വെക്കണം എന്നുള്ളതാണ്. 15 മരണമാണ് നേരത്തെ മുഖ്യമന്ത്രി ബ്രീഫ് ചെയ്തപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. 7 പേരെ കാണാനുമുണ്ട്. പ്രളയ മുന്നറിയിപ്പുകളൊക്കെ ശ്രദ്ധിച്ച് വളരെ ജാഗ്രതയോടുകൂടി തന്നെ പ്രിയ പ്രേക്ഷകരൊക്കെ മുന്നോട്ട് പോകണം. AV ജയശങ്കർ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജയശങ്കർ, രക്ഷാപ്രവർത്തനത്തിൽ ആളുകളെ വ്യാപകമായി ഒഴിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടി മത്സ്യത്തൊഴിലാളികളടക്കം ഇപ്പോൾ വള്ളങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈ മരങ്ങളുടെയൊക്കെ മുകൾ തലപ്പ് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഒരിത്തിരി സമാധാനമാകുമെന്ന് വിചാരിച്ചൊരു പകലിലാണ് വീണ്ടും വെള്ളക്കെട്ട് ഉയരുന്നത്. അതായത് മധു, ഈ ആറന്മുളയിലെ വെള്ളവും ആറന്മുളക്കാരുടെ ആശങ്കയും ഒഴിയാതെ അതിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഈ ആറന്മുള വഴി ചെങ്ങന്നൂരിലേക്ക് പോകുന്ന അന്തർ ജില്ലാ പാതയിലാണ്. ഇവിടെ ഈ പമ്പാ നദി ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇത് കണ്ടാൽ ഒരു നദിയാണെന്നൊക്കെ തോന്നും, പക്ഷേ ഇത് പമ്പാ നദി ഇവിടുന്ന് ഏകദേശം മീറ്ററുകൾ അകലെയാണ് പമ്പാ നദി. ആ പമ്പാ നദി ഇങ്ങോട്ടേക്ക് കവിഞ്ഞ് ഒഴുകിയതാണ്. മുമ്പൊക്കെ നമ്മൾ കാറിലൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. ഒരു CNG പെട്രോളൊക്കെ കിട്ടുന്ന ഒരു പെട്രോൾ പമ്പൊക്കെ നമുക്ക് അവിടെ കാണാം. ഇതൊക്കെ പൂർണ്ണമായും മുങ്ങുന്ന ഒരു പ്രളയ സാഹചര്യം തന്നെയാണ്. ഇത് ഈ വഴിയുടെ അപ്പുറത്തേക്ക് വാഹനങ്ങൾക്ക് ഒരു തരത്തിലും പോകാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം ഏറെക്കുറെ നദി പോലെ തന്നെ ആയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും 3 ഈ മത്സ്യബന്ധന വള്ളങ്ങൾ അല്ലെങ്കിൽ ബോട്ടുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അവ ഏത് നിമിഷവും കുറച്ച് ഇന്ധനം കൊണ്ടുവരാനുള്ള കാലതാമസമേ ഉള്ളൂ. അവ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി, രക്ഷാദൗത്യത്തിന് വേണ്ടി വിവിധ മേഖലകളിൽ പോകും. ഇപ്പോഴും പല വീടുകളിലും ആളുകളുണ്ട്. ആ ആളുകളുടെ കാര്യം എന്ന് പറയുന്നത് അവർ സ്വമേധയാ ഈ 2ാം നിലയിലൊക്കെ നിൽക്കാം എന്നൊരു തീരുമാനമെടുത്ത ആളുകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പരമാവധി ആളുകളെ ഈ വെള്ളം കയറുന്ന തുടക്കത്തിൽ തന്നെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നമുക്ക് ആ ഭീകരത നമുക്ക് കാണാം. അതായത് ചെങ്ങന്നൂർ ദേവി ടെമ്പിൾ 13 കിലോമീറ്റർ എന്നൊരു ബോർഡ് നമുക്ക് അവിടെ കാണാം. ആ ബോർഡിൻ്റെ കമ്പി പോലും പകുതി വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. അത്രമാത്രം വലിയ ഒരു വെള്ളമുണ്ട്. ഒരു ചേട്ടൻ നടന്നു പോകുന്നുമുണ്ട്. ആ ചേട്ടൻ്റെ ഏകദേശം അരയോളം വെള്ളമുണ്ട്. ഇത് എന്തായാലും പമ്പാ നദി ഇങ്ങനെ കരകവിഞ്ഞൊഴുകിയാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സജ്ജരായിട്ടുണ്ട്. നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് കുറച്ച് ഇന്ധനം അവർ അല്പസമയം മുമ്പാണ് എത്തിയത്. ആ ഇന്ധനം കൂടി നിറയ്ക്കുന്ന മുറയ്ക്കായിരിക്കും അവർ മറ്റ് ദൗത്യത്തിലേക്ക് പോവുക. എന്തായാലും അവരുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. കാരണം കൊല്ലത്തു നിന്നൊക്കെ എത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ഈ കൊല്ലം പള്ളിത്തോട്ടം മേഖലയിലൊക്കെയുള്ള ആളുകളാണ്. നമ്മുടെ ബ്യൂറോ പരിസരത്തുള്ള ചില മുഖങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ കാണുകയുണ്ട്. കാരണം പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലാതെ ഈ നാട് ഒരു ദുരിതത്തിലാവുമ്പോൾ, പ്രളയത്തിലാകുമ്പോൾ വന്ന മനുഷ്യരാണ്. നമ്മൾ എപ്പോഴാണ് വന്നേ? ഞങ്ങളൊരു 10 മണിക്ക്. വൈകുന്നേരത്തോടെ ഇറങ്ങേണ്ടി വരുമല്ലേ രക്ഷാദൗത്യത്തിന്? ഇറങ്ങേണ്ടി വരും. എത്ര പേരാ അവിടുന്ന് കൊല്ലത്ത് വന്നു? ഞങ്ങൾ കൊല്ലത്തിൽ നിന്ന് ഒരു 10 പേര് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. എത്ര ബോട്ടുകൾ? 2 വള്ളം. 2018 വന്ന ആളുകൾ? അതെ. ചേട്ടൻ്റെ പേരെന്താ? അഖിൽ. രക്ഷാദൗത്യത്തിന് വേണ്ടി വന്നാണ്. വെള്ളം കണ്ടിട്ട് എന്ത് ഇപ്പം തോന്നുന്നു? എന്തായാലും എനിക്ക് ഒരു പ്രവർത്തിക്കാൻ വേണ്ടി തോന്നിയോണ്ട് അങ്ങോട്ട് വന്നേ. കൊല്ലത്ത് നിന്ന് വന്ന മത്സ്യത്തൊഴിലാളികളാണ്. അവർ രക്ഷാദൗത്യത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളാണ്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് വാഹന ഗതാഗതം ഒക്കെ തന്നെ ഏറെക്കുറെ പൂർണ്ണമായി അവസാനിക്കുന്നൊരു സ്ഥലമാണ്. ഇതിനപ്പുറത്താണ് NDRF-ഉം ഒപ്പം തന്നെ കേരള ഫയർഫോഴ്സും ഒക്കെ ക്യാമ്പ് ചെയ്യുന്നൊരു സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഇന്ധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ മത്സ്യബന്ധന ബോട്ടുകളിൽ നിറച്ച് രക്ഷാദൗത്യത്തിന് കൊണ്ടുപോകേണ്ട ഇന്ധനമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഇന്ധനം ഒഴിച്ച് ആ ബോട്ടുകൾ അധികം വൈകാതെ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോകും. നമുക്ക് NDRF സംഘത്തിൻ്റെ വാഹനം
ഒക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് NDRFന്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്. ആ വാഹനം ഇവിടെയുണ്ട്. ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ രാവിലെ ദൗത്യത്തിന് പോയ ഉദ്യോഗസ്ഥർ വിശ്രമിക്കുകയാണ്. എന്തായാലും ആറന്മുളയെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണുള്ളത്. ആറന്മുള പഞ്ചായത്തിന്റെ ഏകദേശം 60% പ്രദേശത്തും ഈ വെള്ളം അതിന്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന വെള്ളപ്പൊക്കത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. ഏകദേശം ഒരു 10-40% നൽകിയത് റോഷിപാൽ പറഞ്ഞു. നമ്മൾ വീണ്ടും കാണുകയാണ് ആറന്മുളയിലെ സാഹചര്യം എന്ന് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല മത്സ്യത്തൊഴിലാളികളാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം അവർ വലിയ പ്രളയകാലത്തും അവർ വലിയ രക്ഷാപ്രവർത്തനവുമായി നമ്മുടെയൊക്കെ ഇടയിലേക്ക് ഓടി വന്ന ആളുകളാണ്. മുദ്രപ്പുഴയിലൊക്കെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ പുലർത്തുന്ന ഒരു നിസ്സംഗതയുണ്ട്. അത് ഈ സമയത്ത് നമ്മളെ കുത്തി നോവിക്കുന്ന ഒന്നുകൂടിയാണ്. അത് പരിഹരിക്കാൻ ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് വീണ്ടും അവർ ഓടി വരികയും ചെയ്യുന്നുണ്ട്. ഋഷിപാലും വിജയശങ്കറുമാണ് വിവരങ്ങൾ നൽകിയത്.